സ്കൂൾ റീഓപ്പണിംഗ് ഒക്കെ ആയില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാവിറ്റീസ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഡെയിലി 2 നേരം ബ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ സ്നാക്സ് വെക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ്, അതായത് ഫ്രൂട്ട്സും നട്ട്സും സാലഡ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സ്നാക്ക് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കഴിവതും ഫ്രൈഡ് ആയിട്ടുള്ള ഓയിൽ ഫ്രൈഡോ അല്ലെങ്കിൽ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യണം. കാരണം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വായ്ക്കകത്തുള്ള ഫുഡ് ഡെബ്രിസ്, കുഞ്ഞുങ്ങളുടെ പല്ലിനുള്ള ഫുഡ് ഡെബ്രിസ് എല്ലാം ഫ്ലഷ് ഔട്ടായി ക്ലീൻ ആവും. അങ്ങനെ ക്യാവിറ്റീസ് വരുന്ന ബാക്ടീരിയയ്ക്ക് ആക്ട് ചെയ്യാനുള്ള ടൈം കിട്ടില്ല നമ്മുടെ പല്ലിൽ. മാത്രമല്ല, നമുക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ വൈറൽ ഫീവർ പോലുള്ള അസുഖങ്ങളെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഷെയറിങ് ഈസ് കെയറിങ് എന്ന്. ഫുഡെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. പക്ഷെ അവരുടെ സ്പൂണ്, അതുപോലെ വാട്ടർ ബോട്ടിൽ, സ്ട്രോ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. കാരണം ഒരു കുഞ്ഞിൻ്റെ വായിലെ ബാക്ടീരിയ ആയിരിക്കില്ല മറ്റൊരു കുഞ്ഞിൻ്റെ വായിലുണ്ടാവുക. ചില കുട്ടികൾക്ക് കീരീസ് കോസിങ്, അതായത് DK ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ കൂടുതലായിരിക്കും. അപ്പോൾ സ്ട്രോയും സ്പൂണും അതുപോലെ നമ്മുടെ വാട്ടർ ബോട്ടിൽസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയാസും ഒരു കുഞ്ഞിൽ നിന്ന് മറ്റൊരു കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അത് കാരണം DKs ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്യാവിറ്റീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.